എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷം വേദാംഗമാണ്. വേദപുരുഷന് 6 അംഗങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജ്യോതികൽപ്പോ നിരുക്തം ച ശിക്ഷാവ്യാകരണം തഥാ ചന്തോ വിചരിതേതാനി ഷഡംഗാനി വിദുഹു ശ്രുതി. അതായത് വേദത്തിന് 6 അംഗങ്ങളുണ്ട്. അതിലൊന്നാണ് ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം തഥാ ഛന്ദസ് വിചിരിതിരേതാനി ഷഡംഗാനി വിദുഹു ശ്രുതാഹ. അങ്ങനെ 6 അംഗങ്ങളാണ്. അതിൽ പറയുന്നു ജ്യോതിഷം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതലായിട്ടും കൊടുത്തിരിക്കുന്നത് ശുക്രനീതി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലാണ്. ശുക്രാചാര്യനാണ് അതിൻ്റെ ഗ്രന്ഥരചയിതാവ് എന്ന് പറയപ്പെടുന്നു. അതിൽ ജ്യോതിഷം നക്ഷത്രഗ്രഹഗമനൈഹി കാലോയേന വിധീയതേ സംഹിതാഭിശ്ച ഹോരാഭിർഗണിതം ജ്യോതിഷം ഹി തത് എന്നാണ്. അപ്പോൾ നക്ഷത്രഗ്രഹഗമനൈഹി, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയുടെ ഗമനം അല്ലെങ്കിൽ അവയുടെ ചലനവുമായി ബന്ധപ്പെട്ടത് അതിനെ ജ്യോതിഷം. അതുപോലെ തന്നെ കാലോയേന വിധീയതേ, ഇവരുടെയൊക്കെ ബന്ധപ്പെട്ട് കാലത്തെ നിർണയിക്കുന്ന, സമയത്തെ നിർണയിക്കുന്ന, അതുപോലെ തന്നെ സംഹിതാഭിഷ്ട ഹോരാഭിർഗണിതം ജ്യോതിഷം ഹിതത്, സംഹിത ഹോര എന്നിങ്ങനെ 3 സ്കന്ധങ്ങളും കൂടി അടങ്ങിയതാണ് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം. അതായത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും കാലഗണനയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഗണിതം, ഹോര, സംഹിത എന്ന് പറയുന്ന 3 സ്കന്ധങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അടുത്തത് കൽപ്പം. കൽപ്പം എന്നാൽ പ്രയോഗോയത്ര യജ്ഞാനുമുക്തോ ബ്രാഹ്മണശേഷതഃ ശ്രൗതകൽപഃ സ വിജ്ഞേയ സ്മാർത്ത കൽപ്പസ്തഥേതരഃ എന്നാണ്. കൽപ്പത്തിൽ 2 ശാഖകളുണ്ട്. ആ ശാഖകളെക്കുറിച്ച് പറഞ്ഞാലാണ് കൽപ്പം എന്താണെന്ന് മനസ്സിലാക്കൂ. അതായത് ശ്രുതികൽപ്പവും സ്മാർത്തകൽപ്പവും. അതായത് സ്മൃതി, ശ്രുതി, അങ്ങനെ വേദവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മനുസ്മൃതി പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്മൃതികൽപ്പവും, ശ്രുതകൽപ്പം അല്ലെങ്കിൽ ശ്രൗതകൽപ്പം എന്ന് പറയുന്നത് വേദവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് വേദം അടിസ്ഥാനമാക്കിയുള്ള യാഗയജ്ഞാതി കർമ്മങ്ങൾ വിചിന്തനം ചെയ്യുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ശ്രൗതകൽപ്പം എന്ന് പറയുന്നതും. അതിൻ്റെ അകത്ത് ഉദാഹരണം അഗ്നിഹോത്രം, സോമയാഗം, അശ്വമേധം മുതലായ വലിയ വൈദിക കർമ്മങ്ങളെല്ലാം ഈ ശ്രൗതകൽപ്പത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ ഇത്യാദികളെല്ലാം അതിൻ്റെ അകത്ത് പെടും. സ്മാർത്തകൽപ്പം അതായത് മനുസ്മൃതി പോലെയുള്ള സ്മൃതികളെ അടിസ്ഥാനമാക്കി ഗൃഹസ്ഥരുടെ നിത്യജീവിത കർമ്മങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഷോഡശ കർമ്മങ്ങളൊക്കെ ഉണ്ട്. സന്ധ്യാവന്ദനാദികളൊക്കെ അതിൻ്റെ അകത്ത് പെടുന്നു. ശ്രാദ്ധത്തെക്കുറിച്ച് അതിൻ്റെ അകത്ത് പെടുന്നു. വിവാഹോപനയനം, നാമകരണം എല്ലാം, അന്നപ്രാശം മുതലായ ഗൃഹ്യകർമ്മങ്ങളെല്ലാം ഈ സ്മാർത്തകൽപ്പത്തിൽ പെടുന്നു. അങ്ങനെയാണ് കൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ജ്യോതിഷം പഠിച്ചു, കൽപ്പം പഠിച്ചു. അടുത്തതാണ് നിരുക്തം. അതിൽ ശബ്ദനിർവചനം എത്ര വ്യാഖ്യാർത്ഥൈകാർത്ഥ സംഗ്രഹ നിരുക്തം തത് സമാഖ്യാനാത് വേദാംഗം ശ്രോത്ര സംജ്ഞകം എന്നതാണ്. നിരുക്തം എന്നത് വേദപുരുഷന്റെ ചെവിയാണ് എന്ന് പറയുന്നു. അതായത് വ്യാഖ്യാർത്ഥങ്ങൾ നിർണയിക്കുന്നതിന് സഹായകരമായ രീതിയിൽ, അതായത് അഗ്നി എന്ന വാക്കിന് എങ്ങനെ ആ പേര് വന്നു, അത് എന്തുകൊണ്ട് വന്നു, ഇത്യാദി കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന, അതായത് ഒരു വാക്കിൻ്റെ നിർവചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ നിർവചനങ്ങൾ സമാഹരിച്ച് നമുക്കായി പറഞ്ഞു തരുവാനുള്ള ഒരു ശാസ്ത്രശാഖയാണ് നിരുക്തം എന്ന് പറയുന്നത്. ജ്യോതികൽപ്പോ നിരുക്തം. ശിക്ഷ അടുത്തതാണ് ഫൊണറ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് സ്വരതഃ കാലതഃ സ്ഥാനാത് പ്രയത്നാനുപ്രധാതനഃ സനാദ്യേശ്ച സ ശിഖാ സ്വർണാനാം പാഠ ശിക്ഷണാത്. സ്വനാദ്യേശ്ച സ ശിക്ഷാവർണാനാം പാഠ ശിക്ഷണാത്. ശിക്ഷയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണം, സ്വരം, ഉദാത്തം, അനുദാത്തം, ദുരിതം എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ,
അതെല്ലാം ഈ സ്വരത്തിൻ്റെ അകത്ത് പെടുന്നതാണ്. ദീർഘം, ഹ്രസ്വം, അതുപോലെ തന്നെ ശബ്ദശുദ്ധി, പാരായണ രീതി എല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സംവാദ സൂക്തം എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂക്തം എടുക്കുക. അപ്പോൾ ആ സൂക്തത്തിൽ എങ്ങനെ ചൊല്ലണം, ഇതേപോലെ ചൊല്ലണം, നീട്ടലെവിടെയാണ്, കുറുക്കെവിടെ, ഹ്രസ്വം, സ്വരം ഇത്യാദി, അല്ലെങ്കിൽ ദീർഘം എവിടെ ഇത്യാദികളെല്ലാം പറയുന്നത് ഈ ശിക്ഷ എന്ന് പറയുന്ന ശാഖയിലാണ്. ഉദാഹരണമാണ് പറഞ്ഞത്. അടുത്തത് വ്യാകരണമാണ്, ഗ്രാമർ. അത് നമുക്ക് പഠിക്കുന്ന കാലത്തൊക്കെ വലിയ ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ വ്യാകൃതാഹ പ്രത്യയാശൈശ്ച ധാതുസന്ധി സമാസതഃ ശബ്ദായത്ര വ്യാകരണമേതദ്വി ബഹുലിംഗതഃ. അതായത് ഒരു അക്ഷരം മാറിയാൽ അർത്ഥം മാറും എന്നതാണ്. ഒരു അക്ഷരം മാറിയാൽ അത് ശരിയാക്കുന്ന നിയമം, അക്ഷരം മാറാതെ എങ്ങനെ ശരിയാക്കാം എന്ന്, അല്ലെങ്കിൽ എങ്ങനെ ശരിയായിട്ട് വാക്ക് പറയണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് വ്യാകരണത്തിൽ പറയുന്നത്. ഇതിൻ്റെ പ്രസിദ്ധനായ, ഈ വ്യാകരണത്തിൽ പ്രസിദ്ധനായ ആചാര്യൻ പാണിനി ആണ്, പാണിനി മഹർഷിയാണ്. അപ്പോൾ വ്യാകൃതം, പ്രത്യയം, ധാതു, സന്ധ്യ, സമാസം, സ്ത്രീലിംഗം, പുരുഷലിംഗം, നപുംസകലിംഗം തുടങ്ങിയ ഭേദങ്ങളെല്ലാം ഇത്യാദി കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വാക്കുകളെ തമ്മിൽ യോജിപ്പിച്ച വാക്കുകളെ തമ്മിൽ യോജിപ്പിച്ച് വാക്യമാക്കുന്ന വിജ്ഞാന ശാഖയാണ് വ്യാകരണം എന്ന് ലളിതമായിട്ട് വേണേൽ പറയാം. അടുത്താണ് ഛന്ദസ്. ഒരു ശ്ലോകത്തിൽ എത്ര അക്ഷരം വേണം, അതുപോലെ തന്നെ കാവ്യരചന എങ്ങനെയായിരിക്കണം, അതിൻ്റെ താളം എന്താണ്, ഇത്യാദികളെല്ലാം അടങ്ങുന്ന വിജ്ഞാന ശാഖയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. വേദകാലത്ത് ഗായത്രി 3 വരിയ ആയിരിക്കണം, അതിൽ 8 അക്ഷരമേ പാടുള്ളൂ. അനുഷ്ഠപ്പ് എന്ന് പറയുന്ന കാര്യമുണ്ട്, അതിൽ 4 വരിയേ പാടുള്ളൂ, പക്ഷേ 8 അക്ഷരം വേണം. അല്ലെങ്കിൽ 4 വരിയിൽ 8 അക്ഷരം ഉണ്ടാവണം. ദൃഷ്ടപ്പിന് 4 വരി 11 അക്ഷരം, അനുഷ്ഠപ്പിൽ 4 വരി 8 അക്ഷരം, ജഗതി 4 വരി 12 അക്ഷരം, ഇങ്ങനെ തുടങ്ങി ഉഷ്ണി, സംഹൃതി, ബൃഹതി, പന്തി മുതലായ 7 ഛന്ദസ്സുകൾ പ്രശസ്തമായിരുന്നു എന്നും സാരം. അപ്പോൾ നമ്മൾ 6 അംഗങ്ങളെക്കുറിച്ചും പഠിച്ചു. സുരശ്രേഷ്ഠനായ നാരായണനാണ്, അതായത് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. വൈഷ്ണവർ ചിന്തിക്കുന്നതായിരിക്കാം, പക്ഷേ പ്രമാണങ്ങളാണ് നമ്മൾ കോട്ട് ചെയ്ത് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് വേദരൂപത്തിൽ വർദ്ധിക്കുന്നത് എന്നാണ് ഭാഗവതാദികളിലൊക്കെ പറയുന്നത്. അപ്പോൾ കൽപ്പവാണി, അപ്പോൾ ഈ 6 ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് വേദപുരുഷൻ്റെ ഏതൊക്കെ അവയവങ്ങളാണ് എന്നാണ് പറയുന്നത്. കൽപ്പപാണി, കൽപ്പം എന്ന് പറയുന്നത് വേദപുരുഷൻ്റെ കൈകളും, ശബ്ദശാസ്ത്രം വക്രം, അതായത് ശബ്ദശാസ്ത്രം വായും, ശ്രോത്രമുക്തം നിരുക്തം, നിരുക്തം ചെവികളും, ശിക്ഷാഘ്രാണം, ശിക്ഷ മൂക്കും, അതുപോലെ തന്നെ ജ്യോതിഷം ചക്ഷുഷി, ജ്യോതിശാസ്ത്രം നയനവുമാകുന്നു എന്ന് മുനിമാർ പറയുന്നു. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഏത് അവയവങ്ങളില്ലെങ്കിലും മുഖ്യമായിട്ട് കണ്ണുകൾക്കാണ് പ്രാധാന്യമുള്ളത്. എൻ്റെ ഗുരുനാഥനൊക്കെ പറയുന്നുണ്ട്, എപ്പോഴും കണ്ണുകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ 6 ശാസ്ത്രങ്ങളിലും ജ്യോതിഷത്തിന് പ്രാധാന്യം നൽകുന്നത്. എല്ലാവർക്കും നമസ്തേ.